ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, എന്താണെന്നറിയില്ല, ഒരു ഒച്ചയടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വോയിസിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഈ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വേദ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ വിക്രമിനെ നേർവഴിക്ക് നയിച്ച് നല്ലൊരു സ്വഭാവമുള്ള തൻ്റെ ഭർത്താവാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വേദം മുന്നിട്ടിറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കമല സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, മാഷ് വന്ന് സമാധാനിപ്പിക്കുകയാണ്. നമുക്കൊരു ബലവും ഉണ്ടാവില്ല, നമ്മുടെ മോന് ഒരു കാരണവശാലും അവൻ നല്ല സ്വഭാവത്തിൽ നന്നായി വരില്ല, ആ കുട്ടിയുടെ ജീവിതം കൂടെ പോകും എന്ന് പറഞ്ഞ് മാഷും നമ്മുടെ കമലയും ഒരുപാട് സങ്കടപ്പെടുകയാണ്. ഇത്രയും നാളും നമ്മുടെ മാഷ് ഇങ്ങനെ വിക്രമിനെ കുറിച്ച് പറഞ്ഞിരുന്നാലും നമ്മുടെ കമല ഒരു അമ്മയല്ലേ, അത് അത്രത്തോളം എൻ്റെ മോൻ ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നല്ലൊരു സ്വഭാവത്തിലെത്തും, അവൻ്റെ ഈ കൊള്ളരുതായ്മത്തരെയൊക്കെ മാറ്റി നല്ലൊരു ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോകും, വേദ ഒരു നല്ലൊരു മഹാലക്ഷ്മി പോലെയുള്ളൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ വന്നതും കൂടെയാണ്, അതുകൊണ്ട് എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷ നമ്മുടെ കമലത്തിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തകിടം മറിച്ചു. ആ തേരാട്ടി ശ്രീധരനെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്ന കേസൊക്കെ വേദയ്ക്ക് ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റി ഈ ഒരു ഇത് ചെയ്ത്. പക്ഷേ എപ്പോഴും ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റുമോ, അതൊക്കെ ഓർത്തിട്ട് കമല ഒരുപാട് കരയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, വേദയുടെ അമ്മ പറഞ്ഞതുപോലെ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി മാനസികമായിട്ട് അതിനെ സങ്കടപ്പെടുത്തിയായിട്ടാണെങ്കിലും അതിനെ തിരിച്ചങ്ങ് വിട്ടെങ്കിൽ അതിനൊരു ജീവിതം കിട്ടിയതിനല്ലേ മാഷേ, നമ്മൾ സ്വയം കരഞ്ഞാൽ മതിയല്ലോ അതോർത്ത് എന്നൊക്കെ പറഞ്ഞ് കമല ഒരുപാട് വിങ്ങി പൊട്ടിക്കരയാണ്. എത്ര പറഞ്ഞാലും ഒരു അമ്മയും അച്ഛനും സഹിക്കുന്നതിന് ഒരു കണക്കില്ലേ, വിക്രം അതിൽ അകപ്പെട്ടു പോയി. അതിന് എന്ത് രീതി ഇത് ഉപയോഗിച്ച് വേദയ്ക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്നാലും വേദയ്ക്ക് പറ്റുന്ന പോലെ പല ശ്രമങ്ങളും വേദ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദയുടെ വീട്ടിൽ നമ്മുടെ വേദയുടെ ഏട്ടൻ ശ്രീകാന്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് വർഷേനെയും കുഞ്ഞിനെയും വിളിക്കാൻ പോകുന്നു എന്നിട്ട് പോയില്ലേ ശ്രീകാന്തേ? ഞാൻ പോയില്ല, ഞാൻ പോവാം എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് വേദയുടെ അച്ഛൻ ഇറങ്ങി വരികയാണ്. ശങ്കരൻ വരുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛ ഇത്രയും ഞാൻ ആ ഒരു കാര്യം, അതായത് അച്ഛൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ വിഷയം എന്ന് പറഞ്ഞാൽ വിക്രമിൻ്റെ ഏട്ടനെതിരെ പ്രവർത്തിച്ചു, അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. പക്ഷേ ഇപ്പം വിക്രം കാണിക്കുന്ന ഓരോ രീതിയിൽ ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മുടെ ഫാക്ടറിയിൽ ഒരു യൂണിയൻ രൂപീകരിക്കുകയും അതിൻ്റെ മെയിൻ യൂണിയൻ ലീഡറായിട്ട് ഇപ്പോൾ വിക്രം വരാൻ പോണു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഫാക്ടറിയും അവൻ യൂണിയൻ ഓരോ ഫാക്ടറിയിലും യൂണിയൻ രൂപീകരിക്കുകയും ചെയ്യും, അതിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മുടെ ഫാക്ടറി പൂട്ടിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം മുൻചോടായിട്ട് വിക്രമിൻ്റെ മുമ്പന്തി നിൽക്കുന്ന ആ ശ്രീകാര്യം ശ്രീനിവാസനും അത് ഇപ്പോഴേ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അച്ഛാ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുമെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശങ്കരൻ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ നിൻ്റെ അടുത്ത് തുടക്കത്തിൽ വേദയുടെയും വിക്രമിനെതിരെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പം ഞാൻ അതിനൊന്നും നിന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഈ കാര്യമല്ലേ അത് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശങ്കരൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വന്ന് അറിയിച്ചിട്ടുണ്ട് അച്ഛനോട്, ഇനി എന്തായാലും അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കമ്പനികളിലൊക്കെ യൂണിയനൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും കമ്പനിക്കെതിരെ പല ഇതൊക്കെ ആക്കി കൊണ്ടുവന്നപ്പോൾ പിന്നെ കമ്പനി കേസാവും, വഴക്കാവും, പിന്നെ സ്റ്റേ ഓർഡറും, അങ്ങനെ ചിലപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം തന്നെ നിൽക്കും. അപ്പോൾ അത് ഈ ശ്രീനിവാസൻ വിക്രമിനെ വെച്ചുകൊണ്ടാണ് ഇതിനെതിരെ കളിക്കുന്നത്. എന്തായാലും വിക്രമിനെ ശരിക്കും ഈ ശ്രീകാര്യം ശ്രീനിവാസൻ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു ഇത് വിക്രമിന് ഇതുവരെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അത് വേദ വിത്ത് എവിഡൻസോട് കൂടി വിക്രമിൻ്റെ മുന്നിൽ ആ ശ്രീകുമാർ എന്ന് പറഞ്ഞ്, അതായത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ സഹോദരിയുടെ മകൻ, അയാളാണ് സത്യം പറഞ്ഞ വിക്രമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വില്ലൻ. പക്ഷെ അത് തെളിവോടുകൂടി വിക്രമിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ വിക്രം അത് വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ വേദ അതിലേക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കണ്ടെത്തി തെളിവുകളെടുത്തും കേസ് കെട്ടുകളൊക്കെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ അത് എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ശങ്കരനും ശ്രീകാന്തും ഇരിക്കുകയാണ്.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദ വീട്ടിൽ അമ്മ കമല ഹോമിയോയിൽ എന്തോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അമ്മ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് വേദ, അമ്മ ഞാനിപ്പോൾ വിക്രമിനോടൊരു കാര്യം പറയും, അമ്മ ഒന്ന് വിക്രമിനോട് ഒരു കാര്യം പറയണേ, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാൻ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ടെന്ന് കരുതി നമ്മൾ പിന്മാറണ്ട, പറ്റുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, അമ്മയും കൂടെ ഒപ്പത്തിന് നിൽക്കണം. അപ്പോൾ നന്ദിനി ഇതൊക്കെ ഒളിഞ്ഞിന്നിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. നന്ദിനിക്ക് പിന്നെ ഒളിഞ്ഞിന്ന് കേൾക്കൽ പണ്ട് തൊട്ടേ ഉള്ള ശീലമാണല്ലോ, ഒളിഞ്ഞു നിന്ന് കേട്ടാലേ നന്ദിനിക്കൊരു സുഖമുള്ളൂ. അങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, മോളെ നീ എത്ര കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തിട്ടും ബലം നമുക്ക് വീണ്ടും പഴയ രീതിയിൽ തന്നെയാണല്ലോ മോളെ. അപ്പോൾ പിന്നെ ഇത്രയും കിടന്ന് അപ്പം വേദ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെ അച്ഛൻ പറയുന്ന ഒരു പഴഞ്ചൊല്ല് കേട്ട്, അതായത് തലമുടി മുറിച്ചതുകൊണ്ട് തലയുടെ ശില ശരിയാകുമോ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് മാഷ് പറഞ്ഞത് നമ്മുടെ കമല ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ്റെ പഴഞ്ചൊല്ലിനോടൊന്നും ഞാൻ നിൽക്കില്ല അമ്മേ. കാര്യം സ്നേഹം ഉള്ളൊരു ഭർത്താവ്, എനിക്ക് വിക്രമിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ഉള്ളിടത്തോളം കാലം ഞാൻ വിക്രമിനെ നേർവഴിക്ക് നയിച്ച് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും. പരാജയപ്പെട്ടിരുന്നാലും ഞാൻ അതിന് ശ്രമിക്കും അമ്മയെന്ന് വേദ പറയുന്നുണ്ട്. എന്നിട്ട് വേദ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ പട്ടണത്തിലോട്ട് പോകണമെങ്കിൽ ഒരു വലിയ മല കടന്ന് വേണം കയറാനുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ ഭാര്യ വലിയ സ്നേഹമുള്ളൊരു ഭർത്താവായിരുന്നു അവർക്ക്. അപ്പോൾ ഭാര്യ ഇങ്ങനെ പട്ടണത്തിലോട്ട് മല കയറി പോകുന്നതിനിടയിൽ എന്തോ ഒരു അപകടം പറ്റി. ആ അപകടം പറ്റിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ 70 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ ആ സ്വന്തം ഭർത്താവിൻ്റെ മടിയിൽ കിടന്ന് ആ ഭാര്യ മരണപ്പെടുകയാണ്. അതോടുകൂടി തന്നെ ആ ഭർത്താവ് ആ ഭാര്യയുടെ മരണം താങ്ങാനാവാതെ അയാൾ ആ മലയിൽ ഒരു തുരങ്കം, റോഡ് പോലെ ഒരു പാത ഉണ്ടാക്കുകയാണ്. അങ്ങനെ 22 വർഷത്തോളം അയാൾ ആ മലയിൽ ആ റോഡ് തുരങ്കം ഉണ്ടാക്കി ഏകദേശം 100 മീറ്ററോളം, എത്രയോ കിലോമീറ്റർ, 100 എത്രയോ കിലോമീറ്റർ, ഒരുപാട് ലെങ്തുള്ള ഒരു റോഡാണ് ഈ മല തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ട് ആ ഭർത്താവ് ഒരു പാത നിർമ്മിച്ചത്. പലരും പൊട്ടനെന്നും വട്ടായവന് വട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ ഇതാണ് ആ പുള്ളി ഇത്രയും വർഷം കൊണ്ട് അവിടെ ഇരുന്ന് ആ മലയിലൂടെ ആ മല തുറന്ന് അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വഴിപ്പാത ഉണ്ടാക്കിയത്. അവിടെ ആ ഭാര്യയോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ അത്രയും വർഷം അത് പണിത് അത് ആ ഒരു ഇതാക്കാൻ. കാരണം വെച്ചാൽ സ്വന്തം ഭാര്യ അവിടെ ആ ഒരു റോഡില്ലാത്തത് കൊണ്ടല്ലേ ഒരു പക്ഷേ ആയാലും അവർ മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞപ്പോൾ കമലയ്ക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള ഒരു സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെയാണ് വേദ പറഞ്ഞത്, ഞാനും എത്രത്തോളം ആണെങ്കിലും എനിക്ക് വിക്രമിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ടി ശ്രമിക്കുമെന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനി ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഈ കഥ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമല വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് കമല പറയുന്നുണ്ട്, ഒരു കാര്യം മോളെ, ഞാൻ ചെന്ന് വിക്രമിനോട് പറയാം, നീ എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞിട്ട് കമല നേരെ വിക്രമിൻ്റെ റൂമിൽ ചെല്ലുകയാണ്. അപ്പോൾ വിക്രം അവിടെ മൊബൈലിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രം നീ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ അമ്മയെന്ന് ചോദിച്ച് വിക്രം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ശ്രീജയും നന്ദിനിയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കമല പറയുന്നുണ്ട്, വേദ നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയൂ ഇപ്പോൾ നിന്നോട്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ് വീണ്ടും എന്താണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരണമെന്ന്. അപ്പോൾ നന്ദിനി ഒരൊറ്റ ചിരിയിരിക്കുക. ഇതിന് വേണ്ടിയിട്ടാണോ നീ ഈ മലയും ഭാര്യയും ഭർത്താവും തുരങ്കവും ഒക്കെ പറഞ്ഞ കഥ പറഞ്ഞ് ഇവിടെ വലിയ ആളായത്, അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ടൊന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചുമ്മാതെ അമ്പലത്തിൽ വന്നാൽ പോരമ്മ, എൻ്റെ കൂടെ വരെയും വേണം, എനിക്ക് ചില നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുകയും വേണമെന്ന് പറയുന്നുണ്ട്. ആദ്യം വിക്രം എനിക്കൊന്നും പറ്റില്ല അമ്മ എന്ന് പറയുമ്പോൾ കമല ഒച്ച എടുക്കുകയാണ്, നീ പോവുകയും വേണം, അവളെ എല്ലാ നേർച്ചകളും മിണ്ടാതെ ഉരിയാടാതെ അവിടെ നിന്ന് അനുസരിച്ചോണമെന്നും പറഞ്ഞ് കമല വഴക്ക് കൊടുത്തിട്ട് കമല ഹോമിയിൽ പോവാണ്. അങ്ങനെ വിക്രം കുളിച്ച് റെഡിയായി വന്നു. അങ്ങനെ വേദയും വിക്രമും കൂടെ പോവാണ്. ഈ സമയം നമ്മുടെ നന്ദിനിക്ക് ഇരിക്കപ്പുറതിയില്ല. കാര്യം എന്ന് വെച്ചാൽ എന്ത് വഴിപാടാണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓർത്തിട്ട്
നന്ദിനിക്ക് ഇരിക്കപ്പുറത്തില്ല. അങ്ങനെ ശ്രീജേനെയും കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ടുപേരും കൂടെ ഇവർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ കമല ഹോമിയോ പോയിട്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ പോവാണ്. അങ്ങനെ വിക്രം അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ വിക്രമിനെ അവിടെ നിർത്തിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെന്ന് രസീത് എഴുതുന്നുണ്ട്. പിന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള വൃശ്ചിക മാസമാണല്ലോ, അപ്പോൾ അതിൻ്റെ മാലയും കാര്യങ്ങളൊന്നും അല്ല, അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് വേദ പോവാണ്. ഇതൊന്നും വിക്രം അറിയുന്നില്ല കേട്ടോ. അങ്ങനെ അമ്പലനടയിൽ ചെല്ലുമ്പോൾ പൂജാരി ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇയാളാണോ ഒന്ന് വഴിപാട് ചെയ്യുന്ന ആളെന്ന് വേദയോട് ചോദിക്കുന്നുണ്ട്. കാരണം വേദ എല്ലാം മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇയാളാണ്. അപ്പം നമ്മുടെ പൂജാരി പറയുന്നുണ്ട് അവിടെ പോയി ആ കിണറ്റിൽ വെള്ളം കോരി ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് ഒന്ന് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വേദേനെ ഒരു നോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ പോയി കുളിച്ച് വന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ നിൽക്കുക, അപ്പോഴേക്കും വഴിപാട് പറയും. അപ്പം വിക്രം ഇങ്ങനെ നോട്ടം നോക്കിയിട്ട് പോവാണ്. അപ്പോൾ വേദ ഒന്ന് നിർബന്ധിക്കുന്നുണ്ട്, വിക്രം ദേവാലയമാണ് ഒന്നും മിണ്ടരുത് പോയി ചെയ്തിട്ട് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടുത്തെ കിണറ്റിലെ വെള്ളത്തിൽ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വരികയാണ്. ആ സമയത്ത് നന്ദിനിക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് വേദ. അതായത് ഇനി ഇവർക്കാർക്കെങ്കിലും വല്ല വഴിപാടുണ്ടോ എന്ന് ചോദിക്കും ശ്രീജയോടോ നന്ദിനിയോടോ. അപ്പോൾ നമ്മുടെ വേദ ചാടിക്കയറി പറയുന്നുണ്ട് ഈ നന്ദിനിയേട്ടത്തേക്ക് ഒരു വഴിപാടുണ്ട്, 101 ഓം നമഃ ശിവായയും ഒറ്റയടിയാൽ 21 ഇങ്ങനെ അമ്പലം ചുറ്റലും. അപ്പോൾ അതുകൊണ്ട് അപ്പം നന്ദിനി അന്തം വിടുന്നു. കാരണം നന്ദിനിക്ക് കൊടുത്തൊരു പണിയാണ്. അപ്പോൾ അങ്ങനെ നന്ദിനി ആ ഒരു വഴിപാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിക്രം കുളിച്ച് ശുദ്ധിയോടുകൂടെ വരികയാണ്. അപ്പോൾ ഇനിയാണ് വിക്രം അറിയുന്നത് താൻ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇടിയിക്കാനായിട്ടുള്ള ഒരിതാണ്. അതിനോടൊപ്പം ശയനപ്രദക്ഷിണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയോടുകൂടി ഇങ്ങനെ കുളിച്ച് വന്ന് അമ്പലനടയിലൂടെ വരുന്ന രംഗത്തോടു കൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.